ഷെയ്ക്കല്ലേ എന്തായാലും ഒന്നും പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. നല്ല സാധനമാണ്, എല്ലാ സാധനവും നല്ല സാധനമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടേസ്റ്റ് മോശമാകാനുള്ള ഒരു സംഭവം ഒന്നും ഇതിലില്ല. വെൽക്കം ടു പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ജ്യൂസ് മസ്ക് മെലോൺ തന്നെ. മസ്ക് മെലോൺ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഷമാം അല്ലേ? ഷമാം എന്ന് പറയും, ഗൾഫ് നാടുകളിൽ അധികം കാണുന്ന സാധനമാണ്. പിന്നെ ചിലവര് മത്തൻ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അല്ല, ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. മത്തന്റെ ടൈപ്പ് ഉണ്ട്, വലിപ്പമുള്ളത്. ഇവിടെ അധികം കാണാറില്ല, ഗൾഫിലാണ് കൂടുതലും. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഷെയ്ക്കാണ് അടിക്കാൻ പോകുന്നത്, ജ്യൂസ് അല്ല ഷെയ്ക്കാണ് അടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഇത് വളരെ ബോഡിക്ക് നല്ല തണുപ്പ് ചെയ്യുന്ന സാധനമാണ് അല്ലേ? ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല ഐറ്റം. അതെ. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. നമുക്കിപ്പോ ഷമാം ഒരു ഏകദേശം ഇപ്പോൾ ഒരു 1/2 കിലോളം വരുന്ന ഷമാമാണ്. പിന്നെ പാല് കട്ടിയാക്കിയതാണ്, നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയതാണ്. പിന്നെ ഇതിലേക്ക് ഏലക്കായ്, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്, ബദാമും വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. പിന്നെ ഡേറ്റ്സ്, ഈത്തപ്പഴം ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറി, പിന്നെ നേന്ത്രക്കായ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പഞ്ചസാര ആവശ്യത്തിന്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് നമ്മുടെ മസ്ക് മെലോൺ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇപ്പോൾ നമുക്ക് മസ്ക് മെലോൺ കട്ട് ചെയ്യാം. അപ്പൊ ഏകദേശം ഈ ഒരു മസ്ക് മെലോണിൽ നമുക്കൊരു 8 ഗ്ലാസോളം നമുക്ക് ഷേക്ക് അടിക്കാം. അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്യാം. നേർ പകുതിയായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെയാണ് നല്ലപോലെ പഴുത്ത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ നോക്കി മത്തം. അപ്പൊ ഇതിന്റെ തൊലി നല്ല കട്ടിയാണ്. ഏകദേശം ഒരു അരഞ്ചോളം വൈറ്റ് ഉണ്ട്. അപ്പൊ ഈ അരഞ്ചോളം വരുന്ന ഈ തൊലി നമുക്ക് കളഞ്ഞ് നമുക്കത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കാം. നമ്മൾ ഈ മസ്ക് മെലോൺ ഒന്ന് ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട്, ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മൾ ഷേക്ക് അടിക്കുന്ന സമയത്ത് നല്ലൊരു തണുപ്പ് കിട്ടുള്ളൂ. അരഞ്ചു ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തോ. അപ്പൊ നമുക്കിത് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ പഴനുറുക്ക്, നേന്ത്രക്കായുടെ പഴനുറുക്ക്, നമ്മുടെ ഡേറ്റ്സ്, നമ്മുടെ ഡേറ്റ്സ്, പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം കൂടി ഇട്ട് ഒരടിക്കുക. എല്ലാം കൂടി ഇട്ട് ഒരടിക്കുക. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആവശ്യത്തിന് എടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ പാല് കട്ടിയാക്കിയപ്പോൾ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളം ചേർക്കണം. നല്ലപോലെ അരഞ്ഞ് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഷമാം ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ നമ്മള് നമ്മുടെ പാല് കട്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. പാൽ കട്ടാക്കി വെച്ച് നമുക്ക് എടുത്ത് അടിക്കാം. നല്ലപോലെ അടിക്കും. ഇനി നമുക്കിതൊരു 15 മിനിറ്റോളം നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. സ്പൂണായി കിട്ടും. 15 മിനിറ്റോളം നമുക്കിത് ഫ്രീസറിൽ വയ്ക്കാം.
അപ്പൊ നമുക്ക് അറേഞ്ച്മെന്റിലേക്ക് കിടക്കാം. രഞ്ജു ഫ്രീസറിന്ന് ജ്യൂസ് ഷേക്ക് എടുക്കും. ഒരു 15 മിനിറ്റോളമായി നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലപോലെ ഇത് തിക്കായിട്ടുണ്ട്. ഇതിപ്പോ നമുക്കിത് സെർവ് ചെയ്യാം. തിക്കായിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ഷമാമിന്റെ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി, അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ചെറി, ഇനി നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചിട്ടുണ്ട്. ഏലക്ക പൊടി ഇതിന് മേലെ ഏറ്റവും ടോപ്പിലിടാം. എന്നാലേ നമ്മളത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ല് ശരിക്കും കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഷമാമിൻ്റെ മസ്ക് മെലോണിൻ്റെ അറേഞ്ച്മെന്റ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മുടെ ഷമാമിൻ്റെ എന്താണ് അടുത്തത്? ടേസ്റ്റ് നോക്കൽ ചടങ്ങാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അതെ, ഇതില് ഈ ഷമാമില് നമുക്ക് വേറെ ഫ്രൂട്ട്സ് ഇട്ടും ചെയ്യാം. ഇപ്പൊ ആപ്പിൾ മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതിൽ നിന്നിപ്പോ ഷമാമിന് മിക്സ് ചെയ്ത ഫ്രൂട്ട് വന്നിട്ട് നേന്ത്രക്കായാണ് മിക്സ് ചെയ്തത്. അപ്പൊ അതേപോലെ ആപ്പിൾ മിക്സ് ചെയ്യാം, ഗ്രേപ്സ് മിക്സ് ചെയ്യാം, ഏത് വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഷമാം മാത്രമായിട്ട് അടിക്കാം. പക്ഷെ ഷമാം മാത്രമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു ചിലവർക്ക് അതിന്റെ സ്മെല്ല് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ബൈപ്പാർട്ടായിട്ട് വേറൊരു ഒരു ഫ്രൂട്ടും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്നാ ടേസ്റ്റ് ചെയ്യാം. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ ഷമാമിന്റെ ടേസ്റ്റ് നോക്കാം നമുക്ക്. രഞ്ജു ടേസ്റ്റ് എങ്ങനെയെങ്കിലും തുടങ്ങി. ഒന്നും പറയല്ല, ഷെയ്ക്കല്ലേ, എന്തായാലും ഒന്നും പറയല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കാണുമ്പോ തന്നെ നിങ്ങക്ക് അറിയല്ലോ അല്ലേ എന്തൊക്കെയുണ്ടാന്ന്. ഇത് സംഭവം അടിപൊളിയാണ്. ഇപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യും. നല്ല സാധനമാണ്. ചൂട് സമയത്ത് സംഭവം പ്രത്യേകിച്ച് ടേസ്റ്റ് അടിപൊളി എന്ന് പറയാനൊന്നുമില്ല. കാരണം എല്ലാ സാധനവും നല്ല സാധനമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടേസ്റ്റ് മോശമാകാനുള്ള ഒരു സംഭവം ഒന്നും ഇതിലില്ല. അതുകൊണ്ട് ടേസ്റ്റ് നന്നായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷമാം മാത്രം നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റ് ഔട്ട് ആവും. കാരണം ഷമാമിന്റെ ഒരു സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഷമാമിന്റെ കൂടെ ഒരു ഫ്രൂട്ട് ആഡ് ചെയ്ത ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇതിൽ നേന്ത്രക്കായാണ് ചേർത്തിട്ട് ഏത് വേണം ചേർക്കാം അല്ലേ? അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്താൽ അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഈ ജ്യൂസ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തതിനു ശേഷം കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കേണ്ടതാണ്. അപ്പോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെയും എല്ലാവർക്കും പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ ബൈ.